അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, റമദാൻ മാസമാണ് നമ്മളിൽ കടന്നു പോകുന്നത്. ദീനിയായ പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നല്ലൊരു വേദിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ എന്തിനാണ് ഇറക്കുമതി ചെയ്തതും പ്രവാചകന്മാരെ നിയോഗിച്ചതും ഏതുദ്ദേശമാണ്, ഏത് ലക്ഷ്യമാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പറ്റി മനസ്സിലാക്കാനും ഓൻ്റെ കഴിവിനെ പറ്റി മനസ്സിലാക്കാനും ഓൻ്റെ കഴിവും ഓൻ്റെ ഖുദ്റത്തും എത്രയും പറഞ്ഞാൽ ഒതുങ്ങാത്ത ഖുദ്റത്തും കഴിവുകളും നമുക്ക് ഏവർക്കും ഇന്ന് ശാസ്ത്രങ്ങളായി നമ്മൾക്കിവിടെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് ഗാലക്സികളും ആ ഗാലക്സിയുള്ള നക്ഷത്രങ്ങൾ കോടിക്കണക്കിനെന്നും ലോകത്തിൽ എത്ര മണിത്തരികളുണ്ട് അത്ര കണ്ട് നക്ഷത്രങ്ങൾ ഉണ്ടെന്നും എല്ലാം നമ്മുടെ ശാസ്ത്രലോകം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അള്ളാഹുവിനെ പറ്റിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനുമാണ് നമുക്ക് ഞാൻ പറഞ്ഞ ഈ ഖുർആനും പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചത്. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെത്. ഇത് നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. മാത്രമല്ല, മനുഷ്യൻ ലോകത്തിന് കടന്നു വരുന്നതിന് മുമ്പായിട്ട് ലോകത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തന്നതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ആരാധിക്കാനാണ്. എത്രമാത്രം അർത്ഥവത്തായ സംഭവമാണ്. പക്ഷേ ഇത് നമ്മൾക്ക് തലയിൽ കിടക്കണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? പക്ഷെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. അതായത് ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം എന്ന് പ്രമാണം പറയുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം ഇന്ന് ലോകത്തിൽ വലിയ കോടീശ്വരന്മാരായിരുന്നാലും വലിയ ഭരണാധികാരിയായിരുന്നാലും വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്നാലും ലോകത്തിൽ ഏതെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ആരായിരുന്നാലും തന്നെ ലോകത്തോട് വിടവാങ്ങുന്നുണ്ട്. അവരൊക്കെ ലോകത്തോട് വിടവാങ്ങുന്നു. ആരായിരുന്നാലും മനുഷ്യർ എവിടുന്നാണ് വന്നിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെയും ബീജത്തുള്ളിയാണല്ലോ നമ്മൾ കാണുന്ന ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. എത്ര നിസ്സാരമായ കാര്യമുണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് ഇത്രയും വലിയതായിരിക്കുന്ന പല വിധത്തിലും ദുനിയാ കാര്യത്തിൻ്റെ പല പദവിയും അല്ലാഹു ഉയർത്തിക്കഴിഞ്ഞു. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഈ അതായത് അതേ സമയത്ത് തന്നെയാണ് ഇത്ര വലിയ ഭരണാധികാരിയും കോടീശ്വരന്മാരും കൊലകൊമ്പന്മാരെയും, അതായത് ഇവരെല്ലാം തന്നെ ലോകത്തോന്ന് വിടവാങ്ങുന്നു. അപ്പം നമ്മുടെ ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് ദേശത്താണ് പറയുന്നത്, മറ്റു നാട്ടിൽ ഇതൊരു സ്വഭാവമുണ്ടോ എന്നറിയില്ല. പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഇന്നാളുകൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാത് ഓർത്ത് കേൾക്കുന്നു,
എന്നിട്ട് പിന്നീട് നമ്മൾ പോകുന്നത് മരണ വീട്ടിലേക്ക് വാഹനത്തിൽ കൂടിയോ നടന്നുകൊണ്ടോ മരണ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് അന്വേഷിക്കുന്നു എപ്പോഴാണ് മയ്യത്തടക്ക എന്നുള്ളത്. അപ്പോഴവർ പറയുന്നതോ ഇന്നാലിന്ന പള്ളിയുടെ ഖബർസ്ഥാനിലായിരിക്കും കബറടക്ക എന്നുള്ളത് വിവരം നമ്മൾക്ക് പറയുന്നു. അവിടുത്തെ വീടുകളിലേക്ക് എത്തി. അപ്പം ആ സമയങ്ങൾ അവർ തന്നു. ഇന്നാലിന്ന സമയമാണ് നമ്മൾ കബറടക്കം ചെയ്യുക എന്നുള്ളത് നമുക്ക് വിവരം കിട്ടി. അതും നമ്മൾ കേട്ടു. വീണ്ടും തിരിച്ചു വന്നിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെയും നമ്മൾ പക്ഷേ ഖബർസ്ഥാനിലേക്ക് എത്തപ്പെടുന്നു. ഖബർസ്ഥാനിലേക്ക് എത്തപ്പെടുന്നു, പള്ളിയിലേക്ക് എത്തപ്പെടുന്നു, ജനാസയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട്. സഹോദരന്മാരെ, വളരെ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ വളരെ അർത്ഥവത്തായി മനസ്സിലാക്കാൻ വേണ്ടിയായി പറയുന്നത്. നമ്മൾ പള്ളിയൂടലിലേക്ക് എത്തപ്പെട്ടു, ജനാസയിൽ പങ്കെടുക്കുന്നു. അവിടെ എത്തിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ നടക്കുന്നു, നാട്ടുവിഷയങ്ങളും കണ്ട്. അതായത് പിന്നീട് അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ. അതായത് മയ്യത്തിനെ പിന്തുടരണം, അതാണ് സുന്നത്ത്. പക്ഷേ ഇരിക്കട്ടെ, അത് നമ്മൾ പോട്ടെ, അത് എന്ത് സംഭവിക്കട്ടെ. പക്ഷെ നമ്മളെല്ലാവരും ജനാസയിൽ പങ്കെടുത്തു. നമ്മൾ മയ്യത്തുകൾ നമസ്കരിച്ചുകൊണ്ട് സംസാരങ്ങൾക്ക് നാട്ടുവിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു. ഒരു ആചാരമായിട്ട് മാറിയിരിക്കുന്നു ഇന്നത്തെ മയ്യത്ത് നമസ്കാരങ്ങളൊക്കെ, ആചാരമായിട്ട് മാറി. പക്ഷെ മരണത്തോർക്കാൻ ആർക്കാണ് ബോധമുള്ളതെന്ന് ഉണ്ടാവാം, ചില ആൾക്കാർക്കും ഉണ്ടായേക്കാം. പക്ഷേ അധികം ആളുകളും മരണത്തെ ഓർക്കുന്നില്ല. ഇതാണ് ഇതിന് സംഭവിക്കുന്നത്. മരണത്തെ ഓർക്കാത്തതിൻ്റെ പേരിലാണ് നമുക്ക് ഈ വിഷയം. നമുക്ക് മരണത്തെ ഓർക്കണം. മരണത്തെ ഓർത്തെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചതെന്നും പ്രവാചകന്മാരെ എന്തിനാണ് നിയോഗിച്ചതെന്നും എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തേക്ക് മനുഷ്യൻ ലോകത്തിൽ കടന്നിട്ട് മുൻപായിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യ വസ്തുക്കൾ തന്നതെന്നോ. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്കറിയാതെ ലോകത്തിൽ ഇന്നേ വരെ ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് വിവരം പഠിച്ചു തന്നു. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിയുള്ളവർക്ക്, അതായത് ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം. അത് മനസ്സിലാക്കണം. മരണത്തെ ഓർക്കണം. നമ്മുടെ നാട്ടിൽ നിന്നും പല എത്ര വലിയ വലിയ കോടീശ്വരന്മാർ അവരുടേതായിരിക്കുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ പോലും നിയന്ത്രിച്ച് ജീവിച്ച ധാരാളക്കണക്കാർ കോടീശ്വരന്മാർ നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടോ? സഹോദരന്മാരെ, വളരെയധികം നമ്മൾ എന്താണ് നമ്മുടെ അവസ്ഥ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. ഒന്നുകൂടി ഞാൻ ഉയർത്താം. ജുമാ നമസ്കാരങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കുളിക്കുന്നു, സ്വന്തം കുളിക്കുന്നു. പിന്നീട് നമ്മൾ സ്വന്തം വസ്ത്രം ധരിക്കുന്നു. പിന്നെ നമ്മൾ അത്തർ പൂശപ്പെടുന്നു. നല്ലതായ വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് അത്തർ പൂശിക്കൊണ്ട് പള്ളി കൂടാരത്തിലേക്ക് നടന്നു പോകുന്നു. എന്നിട്ട് അവിടെ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു ജുമാക്ക്. ഇനി ഒരു അവസരം ഇതാ വരാൻ പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ സ്വന്തം ചെയ്തിരിക്കുന്ന നമുക്ക് ഈ ഒരു അവസ്ഥ ഇല്ലാതെ വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നു. നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കേണ്ടി വരുന്നു. മറ്റുള്ളവർക്ക് നമ്മൾക്ക് വസ്ത്രം ധരിപ്പിക്കേണ്ടി വരുന്നു. മറ്റുള്ളവർ നമുക്ക് അത്തരം പൂഷിക്കപ്പെടേണ്ടി വരുന്നു. മറ്റുള്ളവർ നമ്മൾക്ക് പള്ളിക്കൂടാരത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകേണ്ടി വരുന്നു. ഇതല്ലേ അവസ്ഥ? എന്നിട്ട് നമ്മൾക്ക് മറ്റുള്ളവർ നമുക്ക് വേണ്ടി നമസ്കരിക്കേണ്ടി വരുന്നു. നമ്മുടെ കഴിവ് എവിടെയാണ്? ഇതാലോചിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മുടെ എല്ലാ നിലപാടുകളും മാറി ചിന്തിക്കാൻ പറ്റും. ഏത് കാര്യമായിരുന്നാലും, നമ്മുടെ പൂർണ്ണമായ വിശ്വാസങ്ങളായിരുന്നാലും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനും തവക്കുൽ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ പേടിച്ചും ഭയന്നും ജീവിക്കണമെങ്കിൽ
ഈ മരണത്തെ ഓർമ്മ വരാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ദുരവസ്ഥ നമ്മളിൽ മുസ്ലിമീങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ഗൗരവമാണ്. ഞാൻ ചോദിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് നമ്മൾ ഒന്ന് ആലോചിക്കണം. അള്ളാഹു കോടിക്കണക്കിന് ജനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കം ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇന്നേ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനലക്ഷങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലാരെല്ലാമാണ് പെടുന്നത്? വലിയ വലുതായി ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന വലിയ കോടീശ്വരന്മാരും വലിയ ഭരണാധികാരികളും വലിയ വിദഗ്ധന്മാരും കഴിവുള്ളവരും ശാസ്ത്രജ്ഞന്മാരും ഓരോരോ ആളുകളായിട്ട് കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടുന്ന് യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഭാഗം തന്നെയാണ് മരണം. യാത്ര അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടുന്ന് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു തലമുറയെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ സജ്ജീകരണത്തിന് വേണ്ടിയിട്ട് പിന്നെയും ഇറക്കി വരുന്നു. ആദ്യം ഇറക്കും ഇത് ലോകത്തെ സജ്ജീകരണത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ ഈ ലോകത്തോട് വിടവാങ്ങി പിന്നെയും ഇറക്കും ഇത്. ഇതാണ് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ആ അള്ളാഹുവാണ്. ഞാൻ പറഞ്ഞില്ല, ബീജത്തുള്ളിൽ നിന്ന് വന്നു അവസാനം ഈ രൂപത്തിൽ മനുഷ്യനെ എത്തിച്ചു. മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജത്തുള്ളിൽ നിന്ന് വന്ന് ഈ രൂപത്തിൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി. പിന്നീട് അവസാനം എന്താണ് സംഭവിക്കുക? ഞാൻ പറഞ്ഞിരിക്കുന്ന മരണം തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ മരണം എന്ന് പറയുന്ന സംഭവം? നമ്മൾ എത്രമാത്രം അതിനെ പറ്റിയിട്ട് ഈ മരണത്തെ പറ്റി നമ്മൾ ഓർക്കണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ ക്യാമനാട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്നാണ്. പക്ഷെ ക്യാമനാട് എടുക്കാൻ ലക്ഷക്കണക്കിന് വർഷങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ മരണത്തോട് കൂടിയും ക്യാമനാളായി. കാരണം നമ്മൾ വിചാരിക്കുന്ന പരലോകത്തെത്തിലാണ് എത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. വേണ്ട. കാരണം എന്തുകൊണ്ട്? നാളെ പരലോകത്ത് മനുഷ്യർ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് എന്താണ് അവിടെ? എന്നിട്ട് ഈ സൂറത്തുൽ യാസീൻ 52-ാം നമ്പറിൽ പറയുന്നു, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവർ ഞങ്ങൾ ആരാണ് വിളിച്ചു ഉണർത്തിയത്? അവർ ഉറങ്ങിക്കിടന്ന സമയമായിട്ടുള്ളൂ. നമ്മളെ മരണം വഴി പറയുന്ന സംഭവമെല്ലാം നമുക്കെല്ലാം വരാൻ പോകുന്ന സംഭവമാണ്. നമ്മൾ മരണത്തിന് ശേഷം പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, പരലോകത്തിലേക്ക് എത്താനും നരകം സ്വർഗം വരാനും ഒരു വർഷമില്ല നമ്മളെ മരണത്തോട് കൂടി ആയി. ഞാൻ പറഞ്ഞത് സൂറത്തുൽ യാസീൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരെയാണ് വിളിച്ചുണർത്തിയത്? ഞങ്ങൾ കടന്നുറങ്ങുമായിരുന്നു. അപ്പോഴേക്ക് അവർ തോന്നിയത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആ ജനത ഗുഹയിൽ താമസിച്ച് എന്താണ് അവർ നാണയമായിട്ടല്ലേ അവർ കടയിൽ പോയത്? പഴയ നാണയമായിട്ട് അവർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ എത്ര വർഷക്കാലം 300 വർഷത്തോളം അവർ കടന്നുറങ്ങി. പക്ഷെ അവർക്ക് അറിയില്ല സംഭവം, പാവങ്ങൾക്ക്. അപ്പോൾ നാണയം കൊടുത്ത് കടയിൽ പോകുമ്പോഴാണ് അവിടെ മനസ്സിലായത് അവിടെ ഇത് പഴയ വരായിരുന്നാൽ ഈ സംഭവം തന്നെ വലിയ പുരാണ സംഭവം, ഇത് പുതിയ നാണയമല്ല. അവർക്ക് അത്രയാണ് തോന്നിയത്. ഇത് സൂറത്തുൽ കഹ്ഫിൻ്റെ അതിൽ പറയുന്നുണ്ടല്ലോ. അതേപോലെ നാളെ പരലോകത്തുള്ള അവസ്ഥയും ഇതാണ്. മനുഷ്യൻ്റെ അവസ്ഥ ഒരു ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് നമ്മൾ മരണത്തിന് ശേഷം. ആയതുകൊണ്ട് സമാധാനിക്കേണ്ട. നമുക്ക് കുറേ വർഷങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നരകവും സ്വർഗവും. ഈ നരകത്തെയും സ്വർഗത്തെയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൽ തഖ്വ അനുസരിച്ച് ജീവിക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസമാണ് കാലം. ഈ സമയത്ത് നമ്മൾ പാപമോചനം തേടേണ്ട സമയമാണ്. നമുക്ക് ആരാധനകൾക്ക് ധാരാളം വർധനമുള്ള സമയമാണ് ഈ റമദാൻ മാസം. ആയതുകൊണ്ട് നമ്മൾ ഏവരും ഏതാളുകളായിരുന്നാലും അള്ളാഹുവിനെ മാത്രം അവിശ്വാസികളായ അള്ളാഹുവല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാതെയും അള്ളാഹുവിനോട് മാത്രം തഖ്വയനുസരിച്ച് ജീവിക്കുന്നതായി മാറുക. കാരണം റമദാൻ മാസമാണ്. പാപമോചനം തേടുക. നമ്മൾ കുറ്റവാളിയാണ്. അള്ളാഹു പുറത്തുതരാൻ അവിടെ കാത്തിരിക്കുന്നു നമ്മളെ. ആയതുകൊണ്ട് എല്ലാവർക്കും ലോകജനക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എല്ലാവരും ലോകത്തിലെല്ലാ വിശ്വാസികളും സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ലോകജനക്ക് തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.